പ്രത്യേകിച്ച് ജോൺ പോൾ II ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒരുപാട് ഫണ്ടിങ് ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. അതിന് പഠിക്കാനുള്ള സൗകര്യങ്ങളും സഭ ആഗ്രഹിക്കുന്നത് നിരവധി അൽമായർ തിയോളജിയിൽ ബിരുദം നേടി ശക്തരായ റിസോഴ്സ് പേഴ്സൺസ് ആവണം. ഓക്കെ, ദാറ്റ്സ് വൺ പോയിന്റ്. ഈ പറഞ്ഞ കാര്യം മുഴുവനായോ ഇപ്പോൾ? ഇല്ല. അപ്പോൾ മരണശേഷമുള്ള ശുദ്ധീകരണം എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലം എന്ന് നമ്മൾ പറയുന്ന ഒരു സ്ഥലമല്ല. കാറ്റഗിസത്തിൽ 1023-24 സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ സ്വർഗം എന്നതും ഒരു സ്ഥലമല്ല, അത് ഒരു വ്യക്തി ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ലയനമാണ്. അപ്പോൾ ആ ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ലയനം പൂർണ്ണം ആകുന്നതിനാവശ്യമായ ശുദ്ധീകരണമാണ് മരണാനന്തര ശുദ്ധീകരണം. ഞാൻ ഈ കാറ്റഗിസത്തിൽ നിന്ന് വായിക്കാം. സോ യു ഹാവ് എ റെഫറൻസ്. 1030. All who die in God's grace and friendship but still imperfectly purified are indeed assured of their eternal salvation. Heaven is assured for them. But after death they undergo purification so as to achieve the holiness necessary to enter the joy of heaven. Church gives the name purgatory to this final purification. അപ്പോൾ അത് ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന പോയിന്റ് മരണാനന്തരമുള്ള ഒരു ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് വിചാരിച്ചാൽ ഇത് നമ്മൾ ഒരുപാട് പേര് ചിന്തിക്കുന്ന ഭയാനകമായ ഒരവസ്ഥയല്ല. നമ്മളുടെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്ന് സാവധാനം ഒന്ന് പ്രാർത്ഥിച്ചാൽ കാര്യം മനസ്സിലാവും. ഒന്ന് പ്രാർത്ഥിച്ച എല്ലാവരും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആദ്യത്തെ വാക്ക് തന്നെ ആലോചിക്കുക. മരിച്ച ആരായുടെ? വിശ്വാസിയാ. ഒറ്റ പോയിന്റ്. ഈ മരിച്ച ഒരു വിശ്വാസി മരിച്ചാൽ എവിടെ പോവും? എവിടെ പോവും? സ്വർഗത്തിൽ പോവും. കാരണം പലർക്കുമുള്ള പ്രത്യേകം മരിച്ചു ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടോ, അല്ലെങ്കിൽ അവരൊക്കെ നശിച്ചു പോവും. അപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് തെരഞ്ഞെടുത്തിട്ടിരിക്കുന്നവർ മാത്രമാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ പോവുള്ളൂ. നരകത്തിലേക്ക് നമുക്കറിയില്ല ആരാ നരകത്തിൽ പോകുന്നു. ആരെങ്കിലും നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവർ ശുദ്ധീകരണ സ്ഥലത്തിൽ പോവില്ല. മാത്രമല്ല ശുദ്ധീകരണ സ്ഥലത്തിൽ പോയിട്ടുള്ളവരെല്ലാവരും സ്വർഗത്തിലേക്ക് പോകും എന്നത് പൂർണ്ണമാണ്. പക്ഷെ ചിലവർക്ക് ഇത് മനസ്സിലാകാത്തതിൻ്റെ പേരിൽ അയ്യോ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവരൊക്കെ ആകെ പോകട്ടോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ശുദ്ധീകരണ സ്ഥലത്തിനെ കുറിച്ച്? അതൊരു ഇന്റർവ്യൂ പോയിന്റ് പോലെയാ. ഇവിടെ പാസ്സായില്ലെങ്കിൽ നരകത്തിൽ പോകും, പാസ്സായ സ്വർഗത്തിൽ പോകും. അപ്പോൾ ഇതൊക്കെ ഞാൻ ആലോചിക്കുന്നു, നമ്മൾ ഈ സാക്ഷരത നിറഞ്ഞ കേരളം, ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മൾ, എന്നോട് ക്ഷമിക്കണം ഞാനിത് വിമർശിക്കുകയല്ല, നിങ്ങളെല്ലാം വളരെയധികം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നില്ല? ഇത് പഠിക്കാത്തത് കൊണ്ട് നമ്മൾ ഒരു തരത്തിലുള്ള അജ്ഞതയിൽ കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസം വളരാത്തത്. ഇപ്പോൾ ഒരാൾ പറയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് അവരെ കര കയറ്റിയില്ലെങ്കിൽ അവൻ ചിലപ്പോൾ നരകത്തിൽ പോകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ ഈ വിശുദ്ധ കുർബാനയുടെയും ഈ പ്രാർത്ഥനയുടെയും എല്ലാം വല്ല പ്രയോജനം നമുക്ക് കിട്ടുന്നുണ്ടാകും. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ദ ഫുൾനെസ്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുന്ന അവിടെ ഒരു അവിടെ ഭയാനകമായ വേദനയാണെന്നോ ഇതൊക്കെ വാസ്തവത്തിൽ യഥാർത്ഥമായ ഒരു അറിവല്ല. ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒക്കെ അത് കഴിയുമ്പോൾ ആരെങ്കിലും ഒരു കൊച്ചു പുസ്തകം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരും, ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് എഴുതിയേക്കണം എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിന് യാതൊരു ലോക്കൽ സ്റ്റാൻഡും ഇല്ല, ഒരു ഇംപ്രിമാത്തൂറും ഇല്ല, ഒരു യഥാർത്ഥമായ റെഫറൻസ് ഇല്ല. ഈ കാറ്റഗിസത്തിലെ ഒരു വചനം പോലും അതിനകത്ത് എഴുതിയിട്ടില്ല.
അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രൈവറ്റ് ടീച്ചിങ്സിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. യു ഹാവ് നൗ രണ്ടാം വത്തിക്കാൻ സൂനദോസ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനം എ ട്രൂ ടീച്ചിങ് ആണ്. ആ ടീച്ചിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നീങ്ങണം. ഓക്കെ, അപ്പോൾ ശുദ്ധീകരണം ഇനി ഞാൻ പ്രാർത്ഥന മുഴുവനായില്ല. അതിൻ്റെ ആദ്യത്തെ ഒറ്റ ഭാഗം ഞാൻ പറഞ്ഞുള്ളൂ. മരിച്ച വിശ്വാസി, ഒരു വിശ്വാസി മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകും. പക്ഷേ അതേ സമയത്ത് അവന് അർഹമതയാണ് അവൻ്റെ വിശുദ്ധീകരണം. അത് അവനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് പോയിന്റ് അല്ല. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞ് തൻ്റെ മനോണത്താൽ മോക്ഷത്തിൽ എത്തിച്ചേരാൻ ആകട്ടെ. ഇനി ബാക്കിയുള്ള അടുത്ത പ്രാർത്ഥന, നിത്യപിതാവേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയുടെ യോഗ്യതയാൽ ഈ ആത്മാവിന്റെ മേൽ കൃപയായിരിക്കണം. നമ്മൾ ഇവിടെ നടത്തുന്ന പരിഹാരങ്ങളുടെയോ പ്രാർത്ഥനയുടെ യോഗ്യതയാളാണോ? ആരുടെ യോഗ്യതയാൽ? അതായത് കർത്താവ് ഈശോ മിശിഹ അനുഭവിച്ച സഹനവും വേദനയും ചോരയും എല്ലാം ആ യോഗ്യത മുഴുവനും അനുസരിച്ചിട്ടാണ് അവിടെ ശുദ്ധീകരണം നടക്കുന്നത്. ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ പീഠാനുഭവത്തിലും സഹനത്തിലും പങ്കുകാരാകുക എന്നത് ഒരു അഭിമാനമായിട്ടാണ് ഒരു ക്രിസ്ത്യാനി കണക്കാക്കേണ്ടത്. നമ്മളുടെ അഭിമാനം എന്താണ്? യേശുവിൻ്റെ ജീവിതത്തിൽ പങ്കാളിത്തം. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ജോൺ ഓഫ് ദ ക്രോസ് പറഞ്ഞു, നമ്മുടെ കർത്താവിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പക്ഷെ അവർക്ക് അധികം പേർക്കും ഈ ബിറ്റർ കപ്പ്, ഈശോയുടെ വേദനയിൽ പങ്കാളിയാകാൻ ആഗ്രഹമില്ല. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൽ വളരുമ്പോൾ വേദന ഭയങ്കര ഒരു അനുഭവമാണ്. ഇപ്പൊ എനിക്ക് വേദന എടുക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷിക്കുക, എൻ്റെ കർത്താവേ നന്ദി ഈശോയെ, നിനക്ക് എവിടെയെങ്കിലും ഭയങ്കര വേദന ഉണ്ടാവും, അതിൽ ഞാൻ പങ്കാളിയാകുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഏതുപോലെ? ഇപ്പം വളരെ എളുപ്പം ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ഭർത്താവും ഭാര്യയും, ഭർത്താവ് പനിയായിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ വേദനിച്ച് കിടക്കണ നേരത്ത് ഭാര്യ അടുത്ത് പോയി നിന്നിട്ട് ആ ഒന്ന് തടവിക്കൊടുത്ത് ഒന്ന് ആശ്വസിപ്പിക്കുന്നത് സന്തോഷമാണോ അതോ അതൊരു ബേർഡനാണോ? സന്തോഷമാണ്. എന്ന പോലെയാണ് നമ്മുടെ ചാച്ചൻ. ഇപ്പം നിങ്ങൾ ഇവിടുന്ന് നാട്ടിൽ പോയി, ആനുവൽ അല്ലെങ്കിൽ ഒരു വർഷം കണ്ടിട്ട് 2 വർഷം കണ്ടിട്ട് നാട്ടിൽ പോവുകയാണ്, ഒന്ന് വിശ്രമിക്കണം, ഒരു ഹോളിഡേ ഒക്കെ ആയിട്ട്, ഹോം ഹോളിഡേക്ക് ചെല്ലുമ്പോൾ എന്താ അറിയണത്? ചാച്ചൻ ആശുപത്രിയിലാണ്. വീട്ടുകാർ പറയും, ഓ നിങ്ങളിപ്പോൾ ഇത്ര യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, നിങ്ങൾ ഇവിടെ തങ്ങി, ഞങ്ങൾ അവിടെ ആശുപത്രിയിൽ നിന്നോളാം എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്ത് പറയും? ഇല്ല, ഞാൻ ഇത്രയും നാൾ കണ്ടിട്ട് ചാച്ചൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി വന്നു, ഞാൻ ആശുപത്രിയിൽ ഇരുന്നോളാം, ഞാൻ രാത്രി മുഴുവൻ അവിടെ ഇരുന്നോളാം. ഒന്ന് ആലോചിച്ച് നോക്കും, വേറെ ഒന്നും നമ്മൾ ചെയ്യണില്ല, ആ ചാച്ചൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. എങ്കിലും ചാച്ചന് എന്തോ ഒരു സന്തോഷമായിരിക്കും. സന്തോഷമാണോ അല്ലയോ? നിങ്ങൾക്കും സന്തോഷമാണോ അല്ലയോ? അപ്പൊ ഇതാണ് ഷെയറിങ് ദ സഫറിങ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ സഹിക്കുമ്പോഴെല്ലാം യേശുവിൻ്റെ സഹനത്തിന് പങ്കാളിയാണെന്ന് നമ്മളങ്ങ് അനുഭവിക്കുമ്പോൾ വലിയ സന്തോഷം അത്. അപ്പോൾ ശുദ്ധീകരണ ആത്മാക്കളും സഹിക്കുന്നുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു സഹിച്ചതിനേക്കാൾ കൂടുതൽ ഏതായാലും സഹിക്കാൻ പോണില്ല. യേശുക്രിസ്തു സഹിച്ചതിനേക്കാൾ. അപ്പോൾ സഹനം എന്നത് എല്ലാവർക്കും ഉണ്ടാകുന്നത് യേശുവിൻ്റെ സഹനത്തിലുള്ള പങ്കാളിത്തമാണ്. ക്ലിയറായോ? സംശയപൂർണ്ണം മാറിയോ? ഇനി മാറണമെന്നുണ്ടെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പല കാര്യങ്ങളും നമ്മൾക്ക് ഒരാൾ പറഞ്ഞു തന്നെന്ന് അയച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം നമ്മുടെ മൈൻഡ് സെറ്റിങ്ങിൽ ഇതൊരു വെളിപാട് ആയിട്ട് വരണം. ഒരു വെളിപാട്. മരിച്ചുപോയവരും നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങളാണ്. നമ്മൾ എപ്പോഴും ആവർത്തിക്കാൻ പറയാറുള്ളതാണ് വിശുദ്ധരുടെ കൂട്ടായ്മ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ അപ്പൻ അസുഖമായിട്ട് കിടക്കുകയാണെങ്കിലോ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ പോലെ മരിച്ചുവരെയും നമ്മൾ ഓർക്കുന്നു. കാരണം ആ ടൈം ഗ്യാപ്പിന്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. ആ ടൈം ഗ്യാപ്പ് നമ്മൾ ജീവിച്ചിരിക്കുന്ന 10-70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു നിത്യത്തിലേക്ക് പോലും ആ ടൈം ഗ്യാപ്പിന്റെ ഡിഫറൻസ് നമ്മൾ
നമ്മൾ അവർ തമ്മിലുള്ളൂ. ആ ബോർഡർ കിടക്കുമ്പോൾ നമ്മൾ അവിടെ, അപ്പൊ വി ബിലോങ് ടു ദ സെയിം കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മൾ മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞ ഈ ആൾക്കാര്, നമുക്ക് അവർക്കെങ്കിലും അവരുടെ അപ്പനും അമ്മയും മരിച്ചു പോകുമ്പോൾ അവരെ ഓർക്കാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. അവർ മനസ്സുകൊണ്ടെങ്കിലും ഓർക്കും. അവർ സഭ പഠിപ്പിക്കുന്നുണ്ട്, ചിലർ മരിച്ചവരാകും പോയി, ഇനി അവരെ പറ്റി മിണ്ടേണ്ട ആവശ്യമില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ അവരെ ഓർക്കും. നമ്മുടെ അപ്പനും അമ്മയും മരിച്ചുപോയി, അവരെ ഓർക്കാതിരിക്കാൻ നമുക്ക് ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ എന്നും ഓർക്കും. അപ്പൊ അതുപോലെയാണ് നമ്മുടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മരിച്ചവരുടെ ഒരുപാട്, അതായത് മരിച്ചു കഴിഞ്ഞു പോയാലും സമയത്തിന്റെ ഒരു വ്യത്യാസമാണ് നമ്മൾ അവർ തമ്മിലുള്ളൂ. വി ബിലോങ് ടു ദ സെയിം കമ്മ്യൂണിറ്റി, ദി ഇൻവിസിബിൾ ആൻഡ് വിസിബിൾ കമ്മ്യൂണിറ്റി. നമ്മൾ വിസിബിൾ കമ്മ്യൂണിറ്റി, അവർ ഇൻവിസിബിൾ ഇറ്റേണിറ്റിയിൽ പ്രവേശിച്ച കമ്മ്യൂണിറ്റി. ബട്ട് വി ബിലോങ്, വി ആർ ദ സെയിം പാർട്ട് ഓഫ് ദി ടു പാർട്സ് ഓഫ് ദ സെയിം കമ്മ്യൂണിറ്റി എന്നുള്ള ചിന്തയിൽ അവരെ നമുക്ക് ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോടും പ്രാർത്ഥിക്കുക. അത് ഈ ചർച്ച് ഈസ് വിക്ടോറിയസ് സഫറിംഗ് ആൻഡ് പിൽഗ്രിം ചർച്ച് എന്നുള്ള ഒരു ആശയം നമ്മൾ ഉണ്ടായാൽ മതി. മാത്രമല്ല, ഇപ്പൊ നമ്മൾ അപ്പം മരിച്ചു, അമ്മ മരിച്ചെങ്കിലും നമ്മൾ ആ ശവക്കല്ലറിൽ കിടക്കണ ആ ആളെയാണോ കാണുന്നത്? അല്ലല്ലോ. നമ്മൾ കാണുന്നത് ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന നമ്മുടെ അപ്പനെ അമ്മയെ കാണുന്നത്. അപ്പൊ അവിടെ പ്രാർത്ഥന എന്ന് പറയുന്നതിന് ഒരുപാട് മാനങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് മാനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കും എൻ്റെ അപ്പം മരിച്ചിട്ട് 50 വർഷം, ഇനി എന്തിനാ ഞാൻ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണേ? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ആശയം, നമ്മളുടെ അപ്പൻ മരിച്ചു, ആ പിൽഗ്രിം ചർച്ചിലെ ഒരു അംഗമായി, ഏത് ചർച്ചിൽ അല്ല സോറി സഫറിംഗ് ചർച്ചിലെ അംഗമായി. നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അപ്പന് വേണ്ടി ആയിരിക്കാം പ്രാർത്ഥിക്കണമെങ്കിലും പ്രാർത്ഥന ആർക്കാ കിട്ടുന്നത്? ആ ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി. ഓക്കെ, നമ്മളിപ്പോൾ ഈ പോയിന്റ് അവിടെ നിർത്തുന്നു. നമ്മുടെ സമയം കഴിഞ്ഞോ? ഇല്ലല്ലോ. ഓ മൈ ഗോഡ്, ഞാൻ പെട്ടെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാൻ പോവുകയാണ്. കരുണയുടെ ഉത്ഭവത്തിൻ്റെ ഒരു വശം. ഇത് വളരെ, എനിക്കറിയില്ല നിങ്ങളത് എങ്ങനെ സ്വീകരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കാനും, നാളെയും നിങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിച്ച് പ്രാർത്ഥിക്കണം, ജ്ഞാനം നൽകണേ. ഇപ്പം ഈ പറയാൻ പോണ കാര്യം മനസ്സിലാവും നിങ്ങൾക്ക്, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ. മനസ്സിലായില്ലെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ താനെ മനസ്സിലാവും. ഇതൊന്നും എവിടെ നിന്നും പഠിച്ചതല്ല, ഇതെല്ലാം മാസങ്ങളോളം മണിക്കൂറുകളോളം തപസ്സെടുത്ത് പ്രാർത്ഥിക്കുന്ന മാതിരി എല്ലാം പ്രാർത്ഥിക്കുമ്പോഴാണ് കിട്ടിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്കതൊരു ടാബ്ലറ്റ് മാതിരി തരുന്നേ ഉള്ളൂ. അതങ്ങ് അകത്ത് ചെന്ന് ഒന്ന് നമ്മളിൽ ഇത് ചെയ്യാൻ ഇത്തിരി സമയമെടുത്തേക്കും. ഇത് വലിയൊരു ഉൾക്കാഴ്ചയാണ്. എന്താണ് ഈ ഉത്ഭവഭാവത്തിലും സംഭവിച്ചത്? നമ്മളിനിയും മനസ്സിലാക്കേണ്ടത്, ഉത്ഭവഭാവത്തെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ആ ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പഠിപ്പിക്കും എന്ന് പറഞ്ഞതിന് കാറ്റക്കിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അവിടെ ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത് ഉത്ഭവഭാവത്തെക്കുറിച്ചാണെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് പഠിപ്പിക്കും? ഉത്ഭവഭാവത്തെക്കുറിച്ച്. അതായത് ഉത്ഭവഭാവത്തെക്കുറിച്ചുള്ള വെളിപാട് യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് ശേഷം, പന്തക്കോസ്താക്ക് ശേഷം വരുന്ന പരിശുദ്ധാത്മാവിന് മാത്രമേ അത് വെളിപ്പെടുത്തി തരാൻ പറ്റുകയുള്ളൂ എന്നതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ സാധാരണ ചിന്തിക്കണത് നമ്മൾ ഇന്ന് ചെയ്യണ ഈ പാപത്തെക്കുറിച്ചാണ്. നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപമോ ഇന്ന് ജനം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ എല്ലാം കാരണം എന്താണ്? ഉത്ഭവഭാവമാണ്. ഇനി ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുന്ന അനുഭവമായിരിക്കും. എങ്ങനെ ഈ ഉത്ഭവഭാവം ഉണ്ടായി? പിശാചിന്റെ പ്രലോഭനത്തിലൂടെ. എങ്ങനെ ഈ പിശാച് ഏദെൻ തോട്ടത്തിൽ കയറി? പിശാച് ഏദെൻ തോട്ടത്തിൽ എങ്ങനെ കയറി? ഇതൊക്കെ ചില പിള്ളേര് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണില്ലേ? നമ്മളും ചോദിക്കണം. ഏദെൻ തോട്ടത്തിൽ വെച്ചല്ലേ പാപം ചെയ്തത്? അതായത് കർത്താവിന്റെ സന്നിധിയിൽ വെച്ചല്ലേ ഇവർ പാപം ചെയ്തത്? കർത്താവിനെ അവരെ പിടിച്ച് വലിക്കായിരുന്നില്ല. എടാ നീ മാറ്, നിന്നോട് പറഞ്ഞതല്ലേ അത് ഭക്ഷിക്കേണ്ടത്, മാറട എന്ന് പറഞ്ഞോ? അപ്പൊ എന്താ
കർത്താവ് അവിടെ നോക്കി നിന്നത്? അത് വലിയ സബ്ജക്റ്റാണത്. ഇതിൻ്റെ അർത്ഥം കർത്താവ് അനുവദിക്കാണ്ട് പിശാച് ഏതേൻ തോട്ടത്തിൽ കയറുമോ? സിമ്പിൾ ലോജിക്കല്ലേ? അതായത് ഏതേൻ തോട്ടത്തിൽ കയറാൻ പിശാചിനെ ദൈവമാണ് അനുവദിച്ചത്. ഈ പാപം ചെയ്യാൻ ദൈവം അനുവദിച്ചതാണ്. പക്ഷെ ദൈവമല്ല പാപം ചെയ്യാൻ പറഞ്ഞത്. ദൈവം പാപം ചെയ്യാൻ ആരോടും പറയുന്നില്ല. അപ്പം അതിൻ്റെ റെഫറൻസോട് കൂടി ഞാനൊന്ന് പറയാം. 412 കാറ്റഗിസത്തിൽ 412 കുറച്ച് ഭാഗമുണ്ട്. അത് അറ്റ്ലീസ്റ്റ് ഈ ഒരു റെഫറൻസ് നമ്മൾ എടുക്കുമ്പോൾ ആദി മാതാപിതാക്കൾ, ബട്ട് വൈ ഡിഡ് ഗാഡ് നോട്ട് പ്രിവെന്റ് ദ ഫസ്റ്റ് മാൻ ഫ്രം സിന്നിങ്? Said Leo the Great says, Christ's inexpressible grace gave us blessing better than those demons envy had taken away. And St. Thomas Aquinas wrote, there is nothing to prevent human nature's being raised up to something greater even after sin. അതായത് മനുഷ്യ വ്യക്തിത്വം നന്മയിൽ വളരുന്നതിന് ഈ ആദ്യ പാപം തടസ്സമല്ല എന്ന്. ഏതുപോലെ ഹാനോക്ക്, നോവ, അബ്രഹാത്തിനോട് പറയാണ്, നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും. അബ്രഹാത്തിന് ഉത്ഭവഭാവം ഉണ്ടായിരുന്നല്ലോ. യേശു ക്രിസ്തു വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇല്ലേ? അപ്പോ അത് നമ്മൾ എപ്പോഴും പറഞ്ഞില്ലേ, പാപം ഫിനിറ്റ് ആണ്, കൃപ ഇൻഫിനിറ്റ് ആണെന്നുള്ള ആശയം നമ്മൾ എപ്പോഴും നിലനിൽക്കണം. ഇനി അപ്പം അതുകൊണ്ട് ഉത്ഭവഭാവത്തിന് ശേഷവും ഇങ്ങനെയാണ്. മനുഷ്യ പ്രകൃതി മഹത്തരമായ അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് അത് തടസ്സമല്ല. അപ്പം അതിൽ വിശ്വാസം വേണം നമുക്ക്. ഇനി ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഗോഡ് പെർമിറ്റ്സ് ഈവിൾ. ഇത് നമുക്ക് അല്പം പോലും സ്വീകരിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, അറ്റ്ലീസ്റ്റ് ഇന്നലെ വരെ. God permits evil for what? In order to draw from some greater good out of this. നമ്മൾ ജോസഫിന്റെ പറഞ്ഞു ഇല്ലേ? ജോസഫ് പറഞ്ഞെന്താ? നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം വലിയ നന്മയാക്കി മാറ്റിയിരിക്കുന്നു. അത് അതിന്റെ റെഫറൻസ് കൂടി ഉണ്ട് വേറെ. എന്നിട്ട് അടുത്ത് പറയാണ്, സെന്റ് പോൾ സേസ് വേർ സിൻ ഇൻക്രീസ്ഡ് ഗ്രേസ് ഓവർ അബൗണ്ട്സ്. ഇനി അടുത്തത് ഇവിടെ ലത്തീൻ കുർബാന, ലത്തീൻ ആരാധനാക്രമത്തിൽ ഈസ്റ്റർ വിജിൽ, നമ്മൾ ലത്തീൻ പള്ളികളിൽ ഈസ്റ്റർ വിജിലിന് പോയിട്ടുണ്ടല്ലോ. അവിടെ എക്സൂൾട്ടറ്റ് അല്ലേ, എക്സൂൾട്ടറ്റ് എന്നാണ് പറയുന്നത്. എക്സൂൾട്ടറ്റ് സിങ്സ്, അതായത് ആ ക്രിസ്തുവിന്റെ ജ്യോതി എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ, അതായത് ഈസ്റ്റർ ക്യാൻഡിലുമായിട്ട് അന്ധകാരം നിറഞ്ഞിരിക്കുന്ന പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ വൈദികൻ പാടുന്ന ഒരു ഗ്ലോറിഫിക്കേഷൻ സോങ് ആണത്. അതിൻ്റെ ഒരു വാക്ക് ഇങ്ങനെയാണ്, ഒരു വരി, ഓ ഹാപ്പി ഫോൾട്ട് which gained for us a great redeemer. ഇത്ര മഹത്തരമായ ഒരു രക്ഷകനെ നൽകിയ പാപമേ നീ എത്ര സൗഭാഗ്യവാൻ. സംതിങ് ലൈക്ക് ദാറ്റ്. മനസ്സിലായിട്ടുണ്ടോ? ഇവിടുത്തെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഇങ്ങനെ പറയുന്നത്, ഓ ഹാപ്പി ഫോൾട്ട്. അതായത് ഈ ഉത്ഭവ പാപം ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു രക്ഷകൻ വരുമായിരുന്നോ? അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ ഉത്ഭവപാപത്തെക്കുറിച്ചുള്ള നിഗൂഢമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇതിൽ ഒരു 100 കുറേ ഭാഗമുണ്ട്. അത് പഠന വിഷയമാക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ചില ആളുകൾ ചിലത് ചെയ്യണ കാണുമ്പോൾ എനിക്ക് അവരെ കുറ്റം പറയാൻ തോന്നുന്നില്ല. ഈവൻ ISSകാർ ക്രിസ്ത്യാനികളെ കൊല്ലണു. എന്താണത് കാരണം? എന്താ കാരണം? അതിൻ്റെ എങ്ങനെ അവരിൽ ആ പാപം ഉണ്ടായി? ഉത്ഭവഭാവത്തിൽ നിന്നുണ്ടായി. ഉത്ഭവഭാവത്തിന്റെ പരിണതഫലമായിട്ട് ഉടനെ നടന്നത് എന്താ? ആദത്തിന്റെ മക്കള് കായേൻ ആബേലിനെ കൊന്നു.
ഇത് തന്നെയല്ലേ ഈ ചെയ്യണത്? അപ്പോ അതെല്ലാം ഉത്ഭവപാപം മൂലമാണെന്നും ആ ഉത്ഭവപാപത്തെ കർത്താവ് യേശു മിശിഹ ഏറ്റെടുത്തെന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫ്രീഡമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇനി ഒരാശയം, ഡെവലപ്പ് ചെയ്യേണ്ട ആശയം. ഇനി ഈ ഉത്ഭവപാപത്തിന് ശേഷം ആദവും ഹവ്വയും കർത്താവിനെ കുറിച്ച് ഭയന്ന് ഒളിച്ചിരിക്കുമ്പോൾ ആരാണ് വീണ്ടും മുൻകൈയെടുക്കൽ? ഇനിഷ്യേറ്റീവ്. ഹൂ ടുക്ക് ഇനിഷ്യേറ്റീവ്? ദൈവമാണ് മുൻകൈയെടുത്തത്. ശ്രദ്ധിക്കണേ, നമ്മൾ ഉടനെ അവസാനിപ്പിക്കാം. ഈ മുൻകൈയെടുത്ത് അവരെ കണ്ടപ്പോൾ അതിനുശേഷമുള്ള പ്രോട്ടോ എവങ്കേലിയം എന്നാണ് ഇതിനെ കാറ്റഗിസത്തിലും ദൈവശാസ്ത്രജ്ഞന്മാരെല്ലാം പറയുന്നത്. അതിനുശേഷം ദൈവം അവരുമായിട്ടുണ്ടായ ആ സംഭാഷണം. നിങ്ങൾ പോകല്ലേട്ടോ ബേബിച്ചൻ, ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾ കേൾക്കണേ, ആരും പോകരുത്. 5 minutes, ഇത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം ദൈവമായ കർത്താവ് 3-ാം അധ്യായം 21 പറയുകയാണ്, ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടമുണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. തുകൽ കൊണ്ട്. എങ്ങനെയാണ് ഈ തുകൽ ഉണ്ടാക്കിയത് കർത്താവ്? എങ്ങനെയാ തുകലുണ്ടാക്കി? അവിടെ ഉണ്ടായ ആളുടെ മാതിരിയാ, അത്ര കോൺഫിഡൻസിലാ പറയുന്നത്. വെരി ഗുഡ്. അതിന്റെ ഡെവലപ്മെന്റ് ഇങ്ങനെയാണ്. ഒരു മൃഗത്തിനെ കൊല്ലാണ്ട് തുകലുണ്ടാവില്ല, ഇല്ലേ? ഏത് മൃഗത്തിനെ ആയിരിക്കാം കർത്താവ് മനുഷ്യന്റെ പാപത്തിൻ മൂലമുള്ള ലജ്ജ മറയ്ക്കാൻ വേണ്ടി അവൻ പാപം ചെയ്ത് നഗ്നനായി ഈ ഇലകൾ കൊണ്ട്, അത്തിയില കൊണ്ട് നാണം മറച്ചപ്പോൾ കർത്താവ് തൻ്റെ, നമ്മളൊരു അപ്പച്ചനോ അമ്മച്ചി എന്നുള്ള രീതിയിൽ കാണും. എടാ മോനെ, നീ എന്തായി കാണിച്ചേക്കണേ, നീ ഇത് ഇട്ടുകൊണ്ട് എങ്ങനെ പോകും ഇവിടുന്ന്? അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു ലെതർ ജാക്കറ്റ് ഉണ്ടാക്കിത്തരാം. കരുണയല്ലേ അവിടെ തുടിക്കുന്നത്? പാപം ചെയ്ത ആദത്തെയും ഹവയെയും ദൈവം എങ്ങനെ കാണുന്നത്? ഇനി ആ ലെതർ ജാക്കറ്റ്, ലെതർ ഗാർമെന്റ് ഉണ്ടാക്കി കൊടുക്കാൻ ദൈവം ഈ കുഞ്ഞാടിനെ അറുത്തു എങ്കിൽ അവിടെ തന്നെ നമ്മൾ ഈ രക്ഷാകര കുഞ്ഞാടിൻ്റെ ഒരു മുൻകൂർ അനുഭവത്തിൻ്റെ ഒരു അടയാളമാണത്. അവരുടെ ലജ്ജ. അപ്പം ഇവിടെയാണ് നമ്മൾക്ക് നമ്മുടെ ഫരിസേയ മനോഭാവം എപ്പോഴും മറയ്ക്കുക എന്നുള്ളതല്ല. ഫരിസേയ മനോഭാവം എപ്പോഴും തുറക്കുക, എക്സ്പോസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ പക്ഷെ ദൈവം അവരെ എക്സ്പോസ് ചെയ്യാതെ അവരെ മറയ്ക്കുകയാണ്, അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, അവനെ സംരക്ഷിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, ഇനി അടുത്തതാണ്. എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ച്. ഇത് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കാൻ പോവുകയാണ്. ഐ ഹോപ്പ് യു വിൽ. അടുത്ത് എഴുതിയിരിക്കുകയാണ്, അനന്തരം, താങ്ക് യു, അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. നന്മ തിന്മയുടെ അറിവിൽ നമ്മൾ ഒരുവനെ പോലെ ആയിരിക്കുന്നു. പക്ഷെ ആ നന്മ തിന്മയുടെ വിവേചനത്തിൽ അവൻ ഒരിക്കലും ദൈവത്തെ പോലെ പറ്റില്ല. അതാണ് അവിടുത്തെ പ്രധാന വിഷയം. അതുകൊണ്ട് തന്നെ അപ്പൊ വിവേചനം, ഇപ്പോ മനുഷ്യന് നന്മ തിന്മ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവന് നല്ലതെന്ന് തോന്നുന്നത് അവൻ ചെയ്യണം മനുഷ്യന്റെ ബുദ്ധിയിൽ. പക്ഷെ ദൈവത്തിന്റെ നോട്ടത്തിൽ അത് ശരിയാവണമെന്നില്ലല്ലോ. ഇപ്പൊ കായല് തോന്നുകയാണ്, കായല് തോന്നുന്നത് നന്മയാണ്, ആബേലിനെ കൊല്ലണം, അതാണ് അവനെ സംബന്ധിച്ച് നന്മ, ഇല്ലേ? നന്മ തിന്മ കായൻ തിരിച്ചറിഞ്ഞല്ലോ, അതുകൊണ്ടല്ലേ കൊന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജോൺ പോൾ രണ്ടാമൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് പറയാം, ജർമ്മൻകാരോട് പറഞ്ഞാൽ പേടിയാണ്. കാരണം ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞിരിക്കുന്നത് ഹിറ്റ്ലർ തീരുമാനിക്കുകയാണ് നന്മ എന്താ. നന്മ സകല യഹൂദരെയും കൊല്ലുക. അങ്ങനെ ചെയ്തു. അതാണ് രണ്ടാം ലോകമഹായുദ്ധം. ഇത് ഹിറ്റ്ലറും തന്റെ ഗവൺമെന്റും അവരെ സംബന്ധിച്ച് നന്മ ആണെന്നുള്ള നല്ല ബോധ്യത്തിലാണ് അവരത് ചെയ്യണത്. കണ്ടോ, നന്മ തിന്മ തിരിച്ചറിഞ്ഞോ? അവര് നന്മ തിന്മ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ പോയിന്റ് ഓഫ് ഗോഡ്സ് വ്യൂ. അതിന് നമുക്ക് പറയാവുന്നത് നോട്ട് വിത്ത് ഡിസേൺമെന്റ്, ഇല്ലേ?
അപ്പൊ ഇതാണ് ഓക്കെ. ഇത് അടുത്തത് എന്നിട്ട് അപ്പൊ പറയാണ്, നിങ്ങളിപ്പോ നന്മ തിന്മ തിരിച്ചറിഞ്ഞ് ഞങ്ങളിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. അടുത്തത് മനസ്സിലാകുമ്പോൾ അത് ശരിക്കും ക്ലിയറാ. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി എങ്ങാനും പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. അതുകൊണ്ട് ദൈവമായ കർത്താവ് അവരെ ഏദേൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. അപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചേക്കണതും പഠിപ്പിച്ചേക്കണതും ഏദേൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയതിലൂടെ അവരിൽ ശിക്ഷ നടപ്പാക്കി. അവർ ചെയ്ത തെറ്റിനെ ശിക്ഷിച്ചു എന്നാണ്. പക്ഷെ അതല്ല അവിടെ ചെയ്തത്. ശ്രദ്ധിക്കണം. ഇനി അവർ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനുകൂടി പറിച്ചു ഭക്ഷിച്ചാൽ അവർ അമർത്യരാകും. എന്താ അമർത്യരായാൽ? ഒന്ന് മനസ്സിലായി, അവിടെ വേറൊരു വൃക്ഷം കൂടി ഉണ്ട്. ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ചു ഭക്ഷിച്ചാൽ അമർത്യരാകും. എന്താണ് മോനെ? ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അമർത്യരാകും. അങ്ങനെ അമർത്യരാകാതിരിക്കാൻ അവരെ പുറത്താക്കി. ശ്രദ്ധിക്കണേ. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ച് ഭക്ഷിച്ച് അമർത്യരാകുമ്പോൾ അവരുടെ സ്റ്റാറ്റസ് എന്താ? അല്ല, അവരുടെ ഇപ്പോഴുള്ള സ്റ്റാറ്റസ് എന്താ? പാപാവസ്ഥയിലാണ്. പാപം മൂലം, ഉത്ഭാവം മൂലം അവരുടെ ആത്മാവ് മൃതമാണ്, മരിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഈ മരണാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈശോ മിശിഹ വരേണ്ടത്. കർത്താവ് ഈശോ മിശിഹായിലൂടെ മാത്രമേ ഈ മരണാവസ്ഥയിൽ നിന്ന് മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് തന്റെ മരണത്താൽ അവൻ മരണത്തെ കീഴടക്കി. അപ്പൊ ആ മരണാവസ്ഥയിൽ അവൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും, അല്ലെങ്കിൽ ആ പൈശാചിക അവസ്ഥയിൽ, ആ ഈവൾ അവസ്ഥയിൽ, ആ തിന്മയുടെ അവസ്ഥയിൽ അവൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും പറിച്ചു ഭക്ഷിച്ചാൽ അവൻ ഏതവസ്ഥയിൽ അമർത്യനാവുന്നു? അവൻ ആ പാപാവസ്ഥയിൽ അമർത്യനാവും. പാപാവസ്ഥയിൽ അമർത്യനായി കഴിഞ്ഞാൽ അവൻ ആരായി? അവൻ പിശാചിനെ പോലെ തന്നെയായി. പിന്നെ അവനെ രക്ഷിക്കാൻ സാധിക്കില്ല. മനസ്സിലായോ? പാപാവസ്ഥയിൽ അമർത്യനായാൽ അവൻ പിശാചിനെ പോലെ. പിശാച് അമർത്യനാണ്. പിശാചിനെ മാനസാന്തരപ്പെടുത്താൻ സാധിക്കില്ല. കാരണം പിശാച് അമർത്യതയുള്ളതിന്റെ പേരിൽ. പക്ഷെ അമർത്യതയുള്ളതിന്റെ പേരിൽ പിശാച് ഈവിളുമാണ്. ആ ഈവിൾ അവസ്ഥയിൽ അമർത്യരായിരിക്കുന്നു. അതായിരുന്നു പിശാച് ഇവനെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. നീ ദൈവത്തെ പോലെ ആകും എന്ന് പറയുന്നത് ഈ അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. പക്ഷേ കർത്താവ് അതിന് ഇടകൊടുത്തില്ല. ഇതിനെ വേറൊരു ഭാഷയിൽ എടുക്കുകയാണെങ്കിൽ, ഒരു പിതാവിൻ്റെ ഒരു പൊയറ്റിക് ഭാഷയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടുഭാഷയിൽ എടുക്കുകയാണെങ്കിൽ, മക്കളെ, നിങ്ങൾ ഒരു തിന്മ ചെയ്തു. ആ തിന്മ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളിപ്പോൾ തിന്മ നിറഞ്ഞിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിങ്ങൾ ഇവിടെ നിന്നാൽ നിങ്ങൾ ഇതിലും വലിയ തിന്മ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു ദൂഷ്യവും വരുത്താത്ത രീതിയിൽ നിങ്ങൾക്ക് രക്ഷയുടെ കവചം ധരിപ്പിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോ. നിങ്ങൾ ഇവിടെ നിൽക്കണത് നിങ്ങൾക്ക് ഗുണമല്ല. നിങ്ങളിവിടെ നിന്നാൽ അപകടമാണ്. ഞാൻ അവിടെ സെറാഫുകളെ വെച്ചിട്ട് ആ ജീവന്റെ വൃക്ഷത്തിന് കാവൽ വെക്കാൻ പോകാണ്. കാരണം ഒരു കാരണവശാലും നിങ്ങളോ നിങ്ങളുടെ ഒരു സന്താനങ്ങളോ ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോ. എൻ്റെ മേലെ കുഴൽ കോരിയാണ് പരിശുദ്ധാത്മാവിന്റെ നിറവുകൊണ്ട്. അതാണ് ബാനിഷ്ഡ് ഫ്രം ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതിൽ ദൈവത്തിൻ്റെ കരുണയുടെ ഒരു ഓവർഫ്ലോയിങ് ആയിട്ട് മനസ്സിലാക്കും. ദൈവത്തിൻ്റെ കരുണ ഏറ്റവും കൂടുതൽ നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു. നിങ്ങൾ ഇവിടെ നിന്നാൽ കൂടുതൽ അപകടമാണ്. നിങ്ങൾ എങ്ങാനും ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും പറിച്ച് ഭക്ഷിച്ചാൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. മാത്രമല്ല നിങ്ങൾ പിശാചിനെ പോലെയാകും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോ. നിങ്ങളെ ഇതാ ഞാൻ പുതിയ ഗാർമെന്റ് തന്നേക്കണോ? ഇന്നാ ലെതർ ഗാർമെന്റ്. ഈ ലെതർ ഗാർമെന്റ് വരാനിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്ഷയുടെ അച്ചാരമായിട്ട് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ആ ക്രിസ്തു മരിച്ചിട്ട് എന്ത് ചെയ്തു?
പാതാളത്തിലേക്ക് ഇറങ്ങിയത് എന്തിനു വേണ്ടിയാണ്? തനിക്ക് മുൻപേ പോയ, അതായത് ആദം മുതലുള്ള എല്ലാവരോടും സുവിശേഷം പറഞ്ഞ് അവരെ ഉയർത്തുക എന്നതായിരുന്നു പാതാളത്തിൽ ഇറങ്ങിയതിന്റെ ലക്ഷ്യം. അതിൻ്റെ ഒരു ഐക്കണുണ്ട്. ഈശോ കാലുകൊണ്ട് ചവിട്ടി പാതാളത്തിൽ തുറന്ന് ചങ്ങല പൊട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് ആദത്തിനെയും ഹവ്വയെയും കൈപിടിച്ച് ഉയർത്തുന്നു. അങ്ങനെ മരിച്ച പാപത്തിന്റെ പരിഹാരം ചെയ്ത് മരിച്ച യേശു ഉയർക്കുന്നതിന് മുൻപ് പാതാളത്തിലേക്ക് ഇറങ്ങി മരണാവസ്ഥയിലായിരുന്ന സകല ആത്മാക്കളോടും സുവിശേഷം പ്രഘോഷിച്ചു. അതായത് രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന അവരോട് സുവിശേഷം പ്രഘോഷിച്ച് അവരെ സ്വർഗത്തിലേക്ക് കയറ്റിയിട്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം നരകത്തിലുള്ള ആത്മാക്കളെ ഉയർപ്പിച്ചു എന്നല്ല. ആദം മുതൽ ഉള്ള ദൈവത്തിന്റെ പ്രീതിപാത്രങ്ങളായ ആത്മാക്കളെ യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിലൂടെയുള്ള നിത്യജീവൻ നൽകിക്കൊണ്ട്, അതായത് ഇവർ മരണാവസ്ഥയിലാണ്, ആ മരണാവസ്ഥയിൽ നിന്നും അവരുടെ ആത്മാവിനെ യേശുവിന്റെ ജീവാവസ്ഥ രക്ഷിച്ചു. നമ്മൾ ഈ വചനം എപ്പോഴും പറയാറില്ല, പാപത്തിന്റെ വേതനം മരണമാണ് എന്ന് പറഞ്ഞ് ആ വചനം അവസാനിപ്പിച്ചു. പക്ഷെ വചനം അവസാനിച്ചിട്ടില്ല. നമ്മൾ വചനത്തെ മുറിച്ച് പറയുകയാണ്. വചനം തുറന്നെന്താ പറയണത്? എന്നാൽ ദൈവത്തിന്റെ ദാനമാകട്ടെ യേശുക്രിസ്തുവിലുള്ള നിത്യജീവൻ. കണ്ടോ, നമ്മൾ പേടിപ്പിക്കുകയാണ്, പാപത്തിന്റെ വേദനം മരണമാണ് കേട്ടോ, അതുകൊണ്ട് നീ പാപം ചെയ്യുകയാണെങ്കിൽ നിന്നെ നശിക്കും, നീ നശിക്കും. പക്ഷേ യേശുക്രിസ്തു വന്നിരിക്കുന്നത് പാപം ചെയ്ത് നരകാവസ്ഥയിൽ മരണാവസ്ഥയിലുള്ള മനുഷ്യനെ വെച്ചു മാറുകയാണ് ജീവൻ. എന്ത് വെച്ചു മാറുന്നു? തന്റെ മരണത്താൽ മരണത്തെ ജയിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മരണത്തിലൂടെ മനുഷ്യന്റെ മരണത്തെ യേശു ഏറ്റെടുത്തുകൊണ്ട് തന്റെ ജീവൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. വെച്ചു മാറുക. ഈശോ നമ്മുടെ മരണത്തെ അങ്ങ് ഏറ്റെടുത്തു. അതിനു പകരം യേശു എന്ത് നൽകി? തന്റെ ജീവൻ നൽകി. അങ്ങനെയാണ് നമ്മൾ രക്ഷയിലേക്ക് വരുന്നത്. കൽപ്പനകളുടെ അനുസരണത്തിലൂടെയും അനുഷ്ഠാനത്തിലൂടെയും അല്ല, മറിച്ച് യേശുവിന്റെ മരണം, നമ്മുടെ മരണത്തിലൂടെ, നമ്മുടെ പാപത്തിനു വേണ്ടി യേശു മരിച്ചതിലൂടെ യേശു തന്റെ ജീവനെ അങ്ങ് ഓഫർ ചെയ്തു അവർക്ക്. അങ്ങനെ യേശുവിന്റെ ജീവൻ നമുക്ക് തന്നു. നമ്മുടെ മരണാവസ്ഥ യേശു ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. നമുക്കിനി ഒരു നിമിഷം കണ്ണടച്ച്, ഇത് മനസ്സിലാകാത്തവർ വിഷമിക്കേണ്ട, ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ സാധ്യതയില്ല. നമ്മൾ കർത്താവേ, എങ്കിലും ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഇത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവീനടിയാരഖില താരമതാം വെളിവും നീ. കർത്താവേ, ഞങ്ങൾക്ക് ഈ ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരണമേ. ഈ വെളിവ് ഞങ്ങൾക്ക് നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാചകം കൂടി. ഈ സുവിശേഷത്തിന് മുഴുവനും ഈ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞത് വായിക്കുമ്പോൾ എല്ലാം ഒരു പുതിയ അർത്ഥം നമുക്ക് കിട്ടും. ഏത്? ഈ ഏദേൻ തോട്ടത്തിൽ നിന്നും അവരെ പുറത്താക്കിയത് ശിക്ഷിക്കാനല്ല, അവരുടെ രക്ഷയുടെ ആരംഭമായിരുന്നുവെന്നും അവരെ വലിയ തിന്മയിൽ നിന്നും ദൈവം രക്ഷിച്ചതായിരുന്നുവെന്നുള്ള രഹസ്യം മനസ്സിലാക്കിയതിന് ശേഷം ബൈബിള് തുടർന്ന് വായിക്കുമ്പോൾ കംപ്ലീറ്റ് വേറെ ഒരു കോൺഫിഗറേഷനാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ഹോംവർക്ക്, ലോങ് ഡേയ്സിലേക്കുള്ള ഹോംവർക്ക്, ഗോസ്പല് ഇനി ഒന്നിച്ച് നാളെ ഞാൻ അതിൻ്റെ ഒരു രീതി കാണിച്ചു തരാം. ഗോസ്പല് എങ്ങനെ വായിക്കണം ടു കണക്ട് വിത്ത് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പുതിയ കാര്യങ്ങൾ മനസ്സിലാവും. സ്റ്റോപ്പ് ഹിയർ. വി ഗെറ്റ് റെഡി ഫോർ ദ ഹോളി മാസ്. ഗോ ഫോർ എ സ്മോൾ ബ്രേക്ക്. കാപ്പി റെഡി ആയിട്ടുണ്ട്. യെസ്.